പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഷെൽഫാണ്. അപ്പോൾ ഷെൽഫ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് അതുള്ളത്. പിന്നെ ചെറിയൊരു സ്പേസേ ഉള്ളൂ, പക്ഷേ കുറച്ച് വെയിറ്റ് ഉണ്ട്. നമുക്ക് ഏതായാലും ഇത് ഫുൾ ഫിറ്റ് ചെയ്യുന്ന വീഡിയോയും ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുട്ടികൾക്കുള്ള ഷെൽഫ് എന്ന് പറയാൻ കാരണം ഒരുപാട് വലിയ വലിപ്പമുള്ള ഷെൽഫല്ല, അവരുടെ ടോയ്സും അല്ലെങ്കിൽ അവർ ഇത് എന്തെങ്കിലും ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽഫാണ്. ഇത് ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സെറ്റ് ചെയ്തതിനുള്ള വീഡിയോ ഒക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ഷെൽഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അൺബോക്സ് ചെയ്താലും ചെയ്ത് നോക്കാം. ഇതിലാണ് നമ്മളെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. സൈഡ് സ്റ്റാൻഡ് വരുന്നത്, പിന്നെ ഓരോ ഇത് ജോയിനിങ് കപ്പ് വരുന്നുണ്ട്. ഇതിലതിൻ്റെ മെത്തേഡ് കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്കത് കഴിഞ്ഞതിന് ശേഷം ഈ രീതിയിലായിരിക്കും ഫൈനലൈസ് റിസൾട്ട് ആവുക. നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ 2 പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽബോ വെക്കുന്നത് നമ്മൾ കുറച്ചൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ, കാരണം പ്രോബ്ലംസ് കുറേയൊക്കെ നമ്മളെ പിന്നെ എന്താ പറയുക, നമ്മൾ കൺഫ്യൂഷൻ ആകും. കാരണം പല രീതിയിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ഈ പിക്ചറിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ എൽബോ എടുത്തിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. 1-2 ടൈംസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ മാത്രമേ അത് കിട്ടുള്ളൂ. ഏതായാലും ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞിരിക്കുന്ന കുട്ടികളുടെ ഒരു ഷെൽഫ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വെയിറ്റ് ഉള്ളത് പറ്റില്ല, പക്ഷെ ഏറെക്കുറെ അത്യാവശ്യം ഒരു റാക്കിൽ 1 kg അല്ലെങ്കിൽ ഒരു 500 ഗ്രാമൊക്കെ കൊണ്ടുവരുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതേപോലത്തെ ഒരു മെറ്റീരിയൽ ആണ്, ഒരു പിന്നെ റെയിൻ കോട്ട് ആ ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഹെവി ഒരിക്കലും വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ താങ്ങില്ല. പിന്നെ സ്റ്റീലിന്റെ റോഡാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്.
ഇതാണ് ഓവറോൾ അതിന്റെ ഫുൾ സെറ്റിങ്സ്. നേരത്തെ കണ്ടല്ലോ ഞാൻ വീഡിയോയിൽ. ഇതിന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിലിപ്പം ഈ ഒരു പോർഷൻ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതുണ്ടോ, ഇപ്പം ടൈൽസിലാണെങ്കിൽ ഈ ഒരു ചെറിയൊരു പവർ ഉപയോഗിക്കുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഓൾമോസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഏകദേശം ഒന്ന് കണ്ടോളൂ. ഇത് ഈ ഒരു സൈഡ് ഈ ഒരു പോർഷനാണ് നമുക്ക് ഇതിലെ വീതി ഉള്ളത്. പിന്നെ ഹൈറ്റ് ഏകദേശം എന്താ, നമ്മൾ ഒരാളെ ഇത്രയും ഹൈറ്റ്, അതായത് നെഞ്ചിനടുത്ത് വരെ ഹൈറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പിന്നെ ചെറുതായി പോയി എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. ഇത്രയും ഹൈറ്റ് ഉണ്ട്, ഏകദേശം 6 റാക്കോളം വരുന്നുണ്ട്. ഇതിന്റെ ഫുൾ പോർഷൻ നിങ്ങൾക്ക് 360 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ 360 ഡിഗ്രിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് സ്പേസ് മുടക്കുന്ന ഒരു ഇതൊന്നല്ല, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് വെക്കാനും പറ്റുന്നുണ്ട്. ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ കുട്ടികളുടെ ടോയ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് മെയിനായിട്ട് എനിക്ക് ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. കാരണം വലിച്ച് ഇങ്ങനെ വാരി ഇട്ടിട്ട് ഒരു കാണുമ്പോൾ തന്നെ ഭംഗിയില്ലാണ്. കാരണം ഫുൾ ടോയ്സ് ഒക്കെ ഒരുപാട് പിന്നെ ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ ആൾക്കഞ്ഞ് അത് എടുക്കുന്ന സമയത്തേക്ക് എവിടെയാണ് വെച്ചെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്പം ഞാനിത് സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കുട്ടികൾക്ക് തന്നെ നമുക്ക് അത്യാവശ്യം അവർക്ക് തന്നെ അവരെ ആവശ്യം എടുത്തിട്ട് അത് 1-2 ദിവസം കൊണ്ട് അവർക്ക് അത് എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെപ്പിക്കാൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഇത് ചെയ്തോളും. അപ്പോൾ ഈ ഷെൽഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പിന്നെ ഇത് ഓർഡർ ചെയ്യുക. പിന്നെ ഏതായാലും ഒരു ചെറിയ വീട്ടിലേക്ക് ഇത് മാൻഡേറ്ററി ആണെന്നുള്ള കാര്യം സംശയമില്ല. കാരണം ചെറിയ കുട്ടികളുടെ വീട്ടിൽ ഇതുപോലെ ടോയ്സ് ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഇതാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.